നട്ടപ്പാതിര 9 മണിയാവാനായി. ഇപ്പോഴാണ് വലിയ പൂതി മൂത്തത്. എന്തിനാ? സവാള കിരികിരിയല്ല, അവിയലുണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങുകയാണ് കേട്ടോ ഗൈസ്. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. ഹരിയാന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. കണ്ടോ എൻ്റെ അവിയൽ അത്ര രസമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ അപ്പൊ ഞാൻ ഉണ്ടാക്കിയ രസമല്ല നിങ്ങൾ പറയുന്നത്. ഇപ്പത്തേക്ക് മാത്രം പോരെ. ഒരു ക്യാരറ്റ്, ഒരു കിഴങ്ങ്, ബാക്കി ഞാൻ നാളെ എന്തെങ്കിലും സാമ്പാറോ എന്തെങ്കിലും ചെയ്തോളാം. അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇതറിയട്ടെ, ഞാനും കൂടി കൊടുക്കട്ടെ. ഞാൻ പാചകം നിങ്ങൾ അരിച്ചലും പിന്നെന്താ അതിന് ഇതെന്താ സംഭവം? കുമ്പളങ്ങ അല്ലെങ്കിലും കുമ്പളങ്ങന്റെ തോല് ചത്തൂല. നിങ്ങളോട് ആരാണ്? ചെരങ്ങ് ഞാൻ ചത്തലുണ്ട്. ഞാൻ ചത്തലുണ്ട്. ഇങ്ങനെയൊക്കെയാണ്. ഞാൻ തോലെത്തി തരാം, അരിഞ്ഞാ മതി. ഇറച്ചി മുറിച്ചാലൊക്കെ സുഖമാണ്. നാക്കിന്റെ മൂർച്ചം കൂടി ഇല്ല ഇവിടുത്തെ കത്തിക്ക്. ഞാൻ പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കണ്ടെന്നുള്ളൂ. എന്റെ നാക്കിനടിക്കാൻ മൂർച്ചം കൊണ്ടിട്ട് അതില്ലോണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. അജായി നാകാണ് മൂർച്ചാൻ തോന്നുന്നേ. എന്റെ നാക്കോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? മൂർച്ചട്ടാ എന്താ നിങ്ങളെ ആഗ്രഹം? ഈ നട്ടപ്പാതിരക്ക് തന്നെ ആയിപ്പോയി. സാധാരണ ഞാൻ ഗർഭിണികൾക്ക് അങ്ങനെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഗർഭിണികൾക്ക് മാത്രമേ പൂതി ഉണ്ടാവുള്ളൂ. ആ ഞങ്ങൾക്കൊക്കെ അങ്ങനെയാ. ഗർഭിണന് ഉണ്ടാവുന്നതാണ്. ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അതാ ഫ്രിഡ്ജിൽ വെക്കാലോ. ഒന്ന് ഇത് മാറ്റിയേക്കാം ഫ്രിഡ്ജിക്ക്. അടി ഉണ്ടാക്കണ വീഡിയോയില് വരുമല്ലോ പഠിച്ചോനെ. അത് ഒന്നും നാളെ എനിക്ക് സാമ്പാർ ഉണ്ടാക്കിയതല്ലേ. ഇങ്ങനെയൊക്കെ ചെത്തിക്കോ. ഇങ്ങനെ വല്ല ഇത് മറ്റേ Incoming call from Anand Baden identified by Truecaller. ഞാൻ പറഞ്ഞു കഴിഞ്ഞാലോ. എന്തായാലും നല്ല രസാട്ടോ ഈ നേരത്തെ കുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോ മറ്റേ ഇവൻ ഈശിത ഫിലിമിന്റെ പേര് മായസിന്റെ പ്രതികാരത്തില് പറഞ്ഞല്ലോ, മറ്റേ അലൻസീറോ എന്നാലോ. ഇതെന്റെ ഐഡിയ ആയി പോയിന്ന്. സത്യം. ഞാൻ വല്ല പൊറോട്ട എന്തെങ്കിലും മേടിച്ചിട്ട് അല്ല കേട്ടോ. ഉച്ചക്കത്തെ ചോറുണ്ട്, കറിയുണ്ട്, മീൻ പൊരിച്ചതുണ്ട്, കൂട്ടാനുണ്ട്, ഒക്കെ ഉണ്ട്. എന്നിട്ടും ഇത് വേണമെന്ന് അവിയല്. ഞാനിങ്ങനെ മെനക്കെട്ടെ എന്താന്ന് വെച്ചാല് ഇന്നുണ്ടാക്കിയ രാവിലക്കൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാ. കഴിയുമ്പോൾ എങ്ങനെ ഒരു മുറിയും ഭയങ്കരമായ വേദന. ഇത് കഴിക്കില്ല. ഒപ്പം കഴിക്കല്ലേ. നല്ലൊക്കെ ഞാൻ അരിഞ്ഞായിരുന്നോ? ഈ തേങ്ങ മുറിച്ചാണ്ട് എന്തെങ്കിലും കഴിക്കോ? ഇത് ഒന്ന് ഇതാക്കിയാലോ. ഞാന് ഒന്ന് പറയത് ഞാനിങ്ങനെ മുറിച്ചാൽ ക്യാരറ്റ് പച്ചന ചേന തന്നെ ചൊറിയോ? ചൊറിഞ്ഞോളൂ. നിങ്ങൾ അല്ലേ തന്നെ ചൊറിഞ്ഞു കാണും. ചേന ചെത്തി നിങ്ങൾക്ക് പ്രത്യേക ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. വായക്ക വായക്ക ഒന്നും പറയില്ല. പച്ചക്കായ
വായിക്കണല്ലോ. ഇയാൾ ഏത് നൂറ്റാണ്ടില്ല കൈ പോയോ? മനസ്സിലായില്ല നിങ്ങൾക്ക്? ഞാൻ മൂർച്ച കൂട്ടിയാണ്. കൊയങ്ങ് പോസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഒരു മുരിങ്ങാക്കായ ഇട്ട പോത്തിന് കൊയങ്ങ്. പോറോ ഞങ്ങൾ കളി കാണുന്നുണ്ട് അല്ലേ? ഒരവിയൽ അപാരല്ലേ പിരാന്താണ് നമുക്ക്. എന്തായാലും തിന്നിട്ട് കർമ്മ കണ്ടുകൊടുത്ത് സത്യം നമുക്ക് എന്തിന്റെ സൂക്കടാണ് പണിക്കുണ്ടല്ലോ. ഇതൊക്കെ വെച്ച് വെന്ത് തിന്നാകുമ്പോഴത്തേനാണ് ഒരു നേരാവും. കുട്ടികൾക്ക് ചോറും കറിയൊക്കെ അല്ലേ, മീൻ കറിയൊക്കെ അല്ലേ? എല്ലാം ഉറങ്ങാണെങ്കിലോ പാവം. ചേനത് ഫുള്ളാണോ? ആ സാമ്പാർക്ക് എനിക്കൊരു രസം വേണ്ടേ? ഇത് പടവലങ്ങ ഒക്കെ ഇട്ടോ ആള്? ആ ചെറിയ കഷ്ണമുള്ളൂ ഞാൻ കൊടുത്തു. ഇത് മൊത്തം പടവലങ്ങയാണ്ടോ? പിന്നെ എടുത്തോ ഇതുകൂടി സാമ്പാർക്കൊന്നും കാണൂലത്. ശരി പടവലങ്ങ മറ്റേത്ത് തൈരൊക്കെ കൂട്ടി ഉണ്ടാക്കും. സൂപ്പറാ. കടലങ്ങ 2-3 മാണ്ടീരം ഇത് തന്നെ പൈസ അയക്കണം മാണ്ടില്ലേ? ഒരു അവിയല് പാർസൽ വാങ്ങിക്കണമെങ്കിൽ അവിയൽ പാർസൽ കേട്ടോ. പിന്നെ ദേവി വിലാസ് അവിടെ ഉണ്ട്. ഇല്ലെങ്കിൽ ഉടുപ്പി പോയി സദ്യ കഴിക്കാം. രാത്രി ഉടുപ്പിൽ സദ്യ. ഉടുപ്പി മസാല ദോശ ഉണ്ടാവും, ഊത്തപ്പം ഉണ്ടാവും, പിന്നെന്താ നെയ്റോസ്റ്റ് ഉണ്ടാവും ഒക്കെ ഉണ്ടാവും. അങ്ങനെ എന്നെ കാത്തു നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ഞാൻ ചെത്തി തിന്നിട്ട് എനിക്ക് അറിയാൻ പറ്റും. ഞാൻ കുട്ടിയല്ലേ, ഞാൻ ഉണ്ടാക്കേണ്ടി വരുന്നില്ല. ഇത് ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ സ്ലീമ. അല്ല എന്ത് ചെയ്യാൻ, നമുക്ക് സ്നേഹല്ലേ വലുത്, തീവണ്ടി ഒന്നും അല്ലല്ലോ. എന്ത് ഉണ്ടാക്കാറല്ലേ? ആർക്ക്? ഈ സാധനം നിങ്ങൾക്ക് അറിയില്ല? ഞാൻ പഠിപ്പിച്ചു തരാം. ഞാൻ പറഞ്ഞുതരാം. കോവക്കരിഞ്ഞോളൂ. വേണ്ട. ഇതിലൊക്കെ ഉണ്ടായി തിന്ന എന്താ ചെയ്യാ? എന്ത് വിധി നോക്കണ്ട ഇപ്പൊ തൽക്കാലം വിധി എന്റേതല്ലേ, എനിക്കെന്താ. നിങ്ങളെ അവിയൽ റെഡിയായി. അവിയലുണ്ട്, ചക്കക്കുരു ഉണക്കമീനൊക്കെ ഇട്ടൊരു കറി ഉണ്ട്, കിളിമീൻ പൊരിച്ചതുണ്ട്. കണ്ടോ നമ്മളെ കറി എങ്ങനെയുണ്ട് അവിയൽ? നമ്മൾ അർജന്റൊക്കെ ആയി ഉണ്ടാക്കുമ്പോൾ അത്ര നന്നാവൂലെങ്കിലും രസമല്ലേ? ഒപ്പിക്കാം അല്ലേ? അപ്പോൾ ഇത്ര പണിയുള്ളൂ. വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കും പറഞ്ഞ പോലെ നമ്മൾ റെഡിയാക്കിക്കണം കേട്ടോ. ഞാൻ കഴിക്കണില്ല, ഞാൻ കഴിക്കാം. അതെന്താ വെച്ചാല് ചേന ആദ്യം നമ്മൾ വേവിക്കണം. അപ്പോൾ ഞാൻ കുക്കറിൽ അങ്ങോട്ട് ഇട്ടു ചേന. അപ്പോൾ ഇതിന് പിന്നെ ഈ സാധാ നോർമൽ പച്ചക്കറിക്ക് അധികം ടൈം വേണ്ടല്ലോ, ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ അവിയൽ റെഡിയാവും. ആ സമയം ചേന ഇട്ട് ഈ പച്ചക്കറിയൊക്കെ വേവിക്കാൻ വെച്ച സമയം കൊണ്ട് ഞാൻ തേങ്ങ ചതച്ചു. അതായത് ഞാൻ ചിരവി ചതക്കൊന്നല്ല കേട്ടോ ചെയ്യുക, തേങ്ങ ജസ്റ്റ് കത്തി വെച്ചിട്ട് പൂണ്ട കണ്ട് എടുക്കും, എന്നിട്ട് മിക്സിയിലിടും. അങ്ങനെയൊക്കെയാണ്. അപ്പം അങ്ങനെ ഞാൻ ചോറ് കഴിക്കലില്ലൊക്കെ വിചാരിച്ചു. പക്ഷേ അവിയൽ നമ്മളെ മാടി വിളിക്കുന്നു ഗൈസ്. അപ്പം ഞാൻ കുറച്ചും കൂടി ചോറ് തിന്നിട്ട് വിചാരിച്ചു. തീരെ വിശപ്പില്ലപ്പോൾ. ആരാ ബാക്കിലൊക്കെ ഞങ്ങളൊക്കെ തിന്നണേ നോക്കിയേക്കുക. നമ്മൾ കുറച്ച് ചക്ക കൂട്ടാൻ തിന്നു, അപ്പം അത് മതി. അപ്പം നമ്മൾ ചോറ് തിന്നട്ടെ.